എല്ലാവർക്കും നമസ്കാരം. വലിയൊരു അഴിമതിയുടെ കഥ, സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക. പാലായിൽ നഗരത്തിലെ ബ്ലോക്ക് ഒഴിവാക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായി 2012 അനൗൺസ് ചെയ്തിരുന്നതിൻ്റെ പ്രകാരം പാലാ ചെത്തിമറ്റത്തിൽ നിന്ന് കിഴപറയാർ ഭാഗത്തേക്ക് പോകാനായി ഈ ആറിന് കുറുകെ ഉണ്ടാക്കിയ ആ കളരിയാമാക്കൽ കടവ് എന്ന് പറഞ്ഞ പാലം, ഈ പാലം റിംഗ് റോഡിൻ്റെ ഭാഗമാക്കി ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ അടിയിൽ ചെക്ക് ഡാമും അതിൻ്റെ മുകളിൽ പാലവുമാണ്. 2013 പണി തുടങ്ങി, 2016 ചെക്ക് ഡാം പൂർത്തീകരിച്ചു. 8/2/2016 പാലം പണി തുടങ്ങി. ഇന്ന് 8/2/2026, അതായത് ഈ പാലം പണി തുടങ്ങിയിട്ട് 10 വർഷമായി. പാലം അപ്പുറം ഇപ്പുറം ഒന്നും ഇല്ലാതെ തീർന്നു നിൽപ്പുണ്ട്, റോഡില്ലാതെ പാലം തീർന്നു നിൽപ്പുണ്ട്. പാലം തീർന്നു നിന്നിട്ട് ഇപ്പോൾ 10 വർഷമായി. അതായത് ഇന്ന് ഈ അസ്ഥികൂടത്തിൻ്റെ 10ാം ജന്മദിനമാണ്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഈ വീഡിയോ ഞങ്ങൾ ഇടണമെന്ന് വിചാരിച്ചത്. ഈ പാലം നിർമ്മിച്ചത് മൈനർ ഇറിഗേഷനാണ്. കോൺട്രാക്ടർ പാലാത്ര കൺസ്ട്രക്ഷൻ കുറിച്ചി. ഇതുവരെ ചിലവായ തുക 7,40,40,685 രൂപ, ഏതാണ്ട് 7.5 കോടി രൂപ. ശകലം കൂടെ വന്നാൽ 7.5 കോടി രൂപയാവും. ഈ പാലത്തിൻ്റെ വേണ്ട നീളം എത്രയാണെന്ന് ചോദിച്ചാൽ, കണക്കും പ്രകാരം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അംഗീകരിച്ച പ്ലാനിലുള്ള നീളം 75 മീറ്റർ. ഈ പ്ലാൻ ഇപ്പം നിലവിൽ പണിത് കഴിഞ്ഞപ്പോൾ ഈ പാലത്തിൻ്റെ നീളം 65 മീറ്റർ. ചീഫ് എഞ്ചിനീയർ അംഗീകരിച്ച പ്ലാനിൽ 7 സ്പാന് എന്ന് പറഞ്ഞാൽ മുകളിലത്തെ സ്ലാബ് ഇങ്ങനെ 7 എണ്ണം. പക്ഷേ ഇപ്പം നിലവിലുള്ളത് 6 സ്പാന്. ഒരു തൂണും 10 മീറ്റർ ഫൗണ്ടേഷനും 10 മീറ്റർ നീളമുള്ള ഒരു സ്ലാബും ഇവന്മാർ മുക്കി. ഇനി അപ്രോച്ച് റോഡ്, ഈ പാലത്തിലോട്ട് വന്നു കയറുന്നതും പാലത്തിൽ നിന്ന് കടന്നു പോകുന്നതുമായ അപ്രോച്ച് റോഡ് ഉണ്ടാക്കിയതിന് ശേഷം, അതിനെ ഏറ്റെടുത്ത് അത് ഉണ്ടാക്കിയ ശേഷമേ പാലം പണിയാവൂ എന്നുള്ളതാണ് PWDയുടെ മാനുവൽ. ഇത് മാനുവൽ തെറ്റിച്ചുകൊണ്ടാണ് ഈ പാലം പണിതത്. എന്ന് പറഞ്ഞാൽ അപ്പുറം ഇപ്പുറം അപ്രോച്ച് റോഡ്, ഒരു സൈഡിൽ അപ്രോച്ച് റോഡുണ്ട്, അപ്പുറത്തോട്ട് റോഡില്ല. ഇനി പാലത്തിൻ്റെ വീതി പ്ലാനിൽ 9.40 മീറ്റർ. ഇപ്പം നിലവിൽ പാലത്തിൻ്റെ വീതി 7.44 മീറ്റർ. വീതിയിൽ 2 മീറ്റർ മൊത്തത്തിലങ്ങ് കുറച്ചു. ഇനി പാലത്തിന് 2 വശവും ഫുട്പാത്തില്ല. ഇത് റെയിൽവേ പാലം ഉണ്ടാക്കി എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥന്മാർ പുന്നാര മക്കൾ ധരിച്ചു വെച്ചേക്കുന്നത്. ഇനി രസം എന്നാണെന്നറിയോ, മുനിസിപ്പാലിറ്റിയുടെ റോഡ് അങ്ങോട്ട് വന്ന് കയറുന്നത് 12 മീറ്റർ. ഇതിൻ്റെ പാലം 7.4 മീറ്റർ. ഇത് കഴിഞ്ഞുള്ള പഞ്ചായത്ത് റോഡിൻ്റെ വീതി എന്ന് പറയുന്നത് 15 മീറ്റർ. അതായത് ഈ പണ്ട് കേട്ടിട്ടുണ്ടല്ലോ, മഞ്ഞുമ്മ പാലത്തിൽ നിരന്തര അപകടം ഉണ്ടാകുന്നു, അതിൻ്റെ പേരിൽ ഹൈക്കോടതി ഇടപെട്ട ഒരു സാഹചര്യമുണ്ട്. അതേ സാഹചര്യം ഈ കളരിയാമാക്കൽ പാലത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് സത്യം. 2017 പാലം പണി തീർന്നപ്പോൾ 30 മീറ്റർ നീളത്തിൽ ഒരു വിള്ളലങ്ങുണ്ടായി. സ്ലാബിൻ്റെ അടിയിലത്തെ കോൺക്രീറ്റും പൊട്ടിപ്പോയി. ഇവന്മാരുടനെ കൊണ്ടുവന്ന് കുറച്ച് താറ് കലക്കി ഉരുക്കി ഇതിൻ്റെ ഇടവഴി അങ്ങ് ഒഴിച്ചു. അപ്പോൾ 2012 പാലായിൽ ടൗൺ വിഭാവനം ചെയ്തിരുന്ന റിംഗ് റോഡിൻ്റെ ഭാഗമായി ഗവൺമെൻറ് ഓർഡർ RT 238/12 PWD ഡേറ്റഡ് 16/2/2012 ഓർഡർ പ്രകാരം ഇത് പണിതതാണ്. ഞങ്ങൾ അന്വേഷിക്കുമ്പം ഇതുപോലെ അപ്രോച്ച് റോഡില്ലാതെ അസ്ഥികൂടമാക്കി നിർത്തിയിരിക്കുന്ന പാലങ്ങൾ കോട്ടയം ജില്ലയിൽ 7 എണ്ണവും കേരളത്തിൽ 30-ലധികം എണ്ണങ്ങളും ഇങ്ങനെ നിൽപ്പുണ്ട്. ഈ പാലം ഇങ്ങനെ കിടക്കുന്നതിനെതിരെ ഒരു നാട്ടുകാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല. ആ കൂട്ടായ്മയുടെ ഒരു മോഹം മാത്രമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതിനകത്ത് വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു സംഘം ആളുകൾ ചേർന്നിട്ട് ഈ ചിന്തിക്കുമ്പം അപ്രോച്ച് റോഡ് ഇല്ലാതെ പാലം പണിയരുത് എന്നുള്ള ചീഫ് സെക്രട്ടറി ഒപ്പിട്ട ഗവൺമെൻറ് ഓർഡറിൻ്റെ നഗ്നമായ ലംഘനമാണ് ഈ കളരിയാമാക്കൽ പാലത്തിൻ്റെ കാര്യത്തിൽ നടന്നിരിക്കുന്നത്. അപ്പം വിവരാവകാശങ്ങൾ അങ്ങോട്ട് കണക്കിന് വെക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യത്തെ വിവരാവകാശം ഇതിൻ്റെ പ്ലാൻ ചോദിച്ചുകൊണ്ട് വെച്ചപ്പം 3 തൂണുള്ള ഒരു പ്ലാനിങ് അയച്ചു തന്നു. 3 തൂണുള്ള പ്ലാന്. അപ്പോൾ ഈ വിവരാവകാശം വെച്ച നാട്ടുകാർക്ക് തോന്നി, എടാ എന്തോ വശക്കേടുണ്ടല്ലോ. അവരുടനെ പാലത്തിൻ്റെ അടിയിൽ ചെന്ന് നോക്കുമ്പോൾ 5 തൂണുണ്ട്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു സംവിധാനം ഇല്ല.
അപ്പം വീണ്ടും വിവരാവകാശം വെച്ചു. അന്നേരം വിവരാവകാശം വെച്ചപ്പോൾ അവരൊരു നോട്ടീസ് അയച്ചു, ഈ 5 തൂണുള്ള പ്ലാൻ ഞങ്ങളുടെ പരുവത്തിലുള്ളതല്ല എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ഗർഭം അല്ലെന്ന് അവർ പറയുന്നത്. ഞങ്ങളുടെ ഗർഭം ഇങ്ങനേ അല്ല, അത് കൂടുതൽ തീവ്രത കൂടിയ ഗർഭമാണെന്ന് പറഞ്ഞു. പിന്നെ അത് PWDയിലോട്ടായി. വീണ്ടും വിവരാവകാശം വെച്ചു. വിവരാവകാശം വെച്ചപ്പോൾ ഈയിടെ അതിൻ്റെ ഒറിജിനൽ പ്ലാൻ അയച്ചു തന്നു. 2 അബട്ട്മെൻറ്റും 6 തൂണുമുള്ള 7 സ്പാൻ സ്ലാബും ഉള്ള ഒറിജിനൽ പ്ലാൻ അയച്ചു തന്നു. പക്ഷേ വർക്കിംഗ് ഡ്രോയിങ് അവരുടെ ഇല്ല. വർക്കിംഗ് ഡ്രോയിങ് ചോദിച്ചപ്പോൾ, അതായത് ഇതിൻ്റെ കമ്പി എത്ര MM കമ്പിയാണ്, എന്തേരം ഇട്ടിട്ടുണ്ട്, എന്തേരം അകലമാണ്, ഇതെല്ലാം ചോദിച്ചുകൊണ്ടുള്ള വർക്കിംഗ് ഡ്രോയിങ് ഇവരുടെ ഇല്ല. അപ്പോൾ ഒന്ന് ആലോചിക്കണം, വർക്കിംഗ് ഡ്രോയിങ് ഇല്ലാതെ സംസ്ഥാനത്ത് ഒരു പാലം പണിയാൻ പറ്റുമോ? പറ്റുകയല്ലോ. ഇനി വീണ്ടും വിവരാവകാശങ്ങൾ വെച്ചിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് വിളച്ചിലുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായി കുറേ കാര്യങ്ങൾ ചോദിക്കാം. ഒന്ന്, 75 മീറ്റർ പ്ലാനിലുള്ളത് എങ്ങനെ പണിതപ്പം 65 മീറ്റർ നീളമായി കുറഞ്ഞു? രണ്ടാമത്തെ ചോദ്യം, 9 മീറ്റർ 9.4 മീറ്റർ വീതിയുള്ളത് എങ്ങനെ പണിതപ്പോൾ 7.4 മീറ്ററായി വീതി കുറഞ്ഞു? ഒരു തൂണും 10 മീറ്റർ സ്ലാബും 10 മീറ്റർ ഫൗണ്ടേഷനും ആര് അമുക്കി? ഫുട്പാത്ത് ഇല്ലാത്ത പാലത്തിൽ മനുഷ്യരെങ്ങനെ കയറി അക്കരെ ഇക്കരെ പോകും? 4-5 സ്പാനിൽ വിള്ളൽ വന്നത് എങ്ങനെ പരിഹരിക്കും? PWDയുടെ നിയമം മറികടന്ന് ആർക്കു വേണ്ടിയാണ് അപ്രോക്സ് റോഡില്ലാതെ ഈ പാലം പണിതത്? അപ്പോൾ ഇനി ഒരു പടം കാണിക്കാം. ഈ പടത്തിൽ പാലാ മുനിസിപ്പാലിറ്റിയിൽ ചെത്തിമറ്റത്തു നിന്ന് നമ്മൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ റോഡിൻ്റെ വീതി എന്ന് പറയുന്നത് 12 മീറ്റർ. 12 മീറ്റർ വീതിയിൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് പാലം ഇങ്ങോട്ട് ഒതുങ്ങിയിട്ട് 7.4 മീറ്റർ വീതിയിൽ, ഇനിയിപ്പോൾ 2 വയസ്സത്തെ പാരപ്പറ്റൂടെ കഴിഞ്ഞ് കഴിയുമ്പം ബാക്കി 7 മീറ്ററേ കിട്ടുള്ളൂ. അപ്പോൾ ഈ പാലം കഴിഞ്ഞിട്ട് 2.5 മീറ്റർ ഒരു സൈഡിലോട്ടും 2.5 മീറ്റർ ഇങ്ങേ സൈഡിലോട്ടും വിടവുണ്ട്. എന്ന് പറഞ്ഞാൽ വരുന്ന വണ്ടി നേരെ ആറ്റിലോട്ട് വേണേലും പോകാം. ഇനി ഈ പാലം കയറി അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പം പഞ്ചായത്തിൻ്റെ സൈഡാണ്. പഞ്ചായത്തിൻ്റെ സൈഡിൽ അവിടെ റോഡിൻ്റെ വീതി എന്ന് പറയുന്നത് 15 മീറ്ററാണ്. ഈ 7 മീറ്റർ പാലത്തേക്കാളും ഒരു സൈഡിലോട്ട് പാലം കഴിഞ്ഞ് ഒരു വശത്തോട്ട് 4 മീറ്റർ, ഏതാണ്ട് 13-13.5 അടി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും. അപ്പോൾ ഇങ്ങനെ കിടക്കുന്നത്, ഇതിനെ കുപ്പിക്കഴുത്തെന്നാണ് വിളിക്കുന്നത്. ഈ കുപ്പിക്കഴുത്ത് ആയിട്ട് പാലവും റോഡും ഉണ്ടാക്കി വെച്ചാൽ അത് അപകടമാകും. അത് അപകടമുണ്ടായാൽ അതിൻ്റെ പേരിൽ നടപടി എടുക്കാം എന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റൂളുണ്ട്. ഇനി വേറൊരു രസം, ഈ പാലം കയറി പഞ്ചായത്തിൻ്റെ അങ്ങോട്ട് ഇറങ്ങുമ്പം, പഞ്ചായത്തിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങുമ്പം അവിടെ 15 മീറ്റർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെയുള്ള ഒരു വലിയ കർഷക സംഘടനയുടെ നേതാവ് അന്നത്തെ ഭരണ സംവിധാനത്തിലുള്ളവരുടെ വീട്ടിൽ അടുക്കളപ്പണി ചെയ്തിട്ട് അദ്ദേഹം ഈ റോഡ് ഇങ്ങനെ അങ്ങ് വളച്ച് അദ്ദേഹത്തിൻ്റെ പറമ്പിൻ്റെ ഒരു സൈഡിൽ കൂടെ പോകാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചു. ഇപ്പം അങ്ങനെയാണ് ഇത് അക്വേറി കിടക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ പോവും? ഇപ്പോൾ അവിടെ ഒരു സംഘം ആളുകൾ ഇതിൻ്റെ പുറകെ നിന്നു, എല്ലാ വിവരാവകാശങ്ങളും കയ്യിലെടുത്തു. ഇത് ഉടനെ തന്നെ ഇത് ഹൈക്കോടതിയിലേക്ക് നീങ്ങും. ഇത് SIT അന്വേഷിക്കണം, അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം. 3.5 കോടി എസ്റ്റിമേറ്റ് തുടങ്ങിയത് പണി തീർന്നപ്പോൾ 7.45 കോടി ആയപ്പോൾ നീളത്തെ 10 മീറ്റർ കുറയുകയും ചെയ്തു. തൂണയിൽ ഒരു തൂണും കുറഞ്ഞു, 10 മീറ്റർ ഫൗണ്ടേഷനും ഇല്ല, പിന്നെ വീതി 2 മീറ്റർ ഇവർ കുറച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബാക്കി പണമെല്ലാം ആരുടെ വായിലോട്ട് പോയി? ഇനി ഇതിൻ്റെ പുറകെ പ്ലാൻ വരച്ച ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പണിക്ക് നടക്കുന്ന ബായിമാരുടെ സ്റ്റാൻഡേർഡ് പോലും ഇല്ലെങ്കിൽ ആ പുന്നാര മക്കളുടെ ശമ്പളം, പെൻഷൻ എല്ലാം കട്ട് ചെയ്യണ്ടേ? അവന്മാരിന്ന് സർവീസിലുണ്ടെങ്കിൽ അവന്മാരെ പിടിക്കണ്ടേ? ഇനി പെൻഷനായെങ്കിൽ അവന്മാരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളിൽ നിന്ന് ഇത് ഈടാക്കണ്ടേ? ഈടാക്കണമെന്ന് മാത്രമല്ല, പലിശ സഹിതം ഈടാക്കണം. തന്നെയല്ല, ഇവന്മാരെ കൽത്തുറുങ്കിലടക്കണം. ഇത് കൃത്യമായിട്ട് അന്വേഷിക്കുമ്പം ഇവന്മാർ കാണിച്ച കൊള്ളരുതായിക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. 7.5 കോടി രൂപ എസ്റ്റിമേറ്റ്. കഴിഞ്ഞ 10 വർഷമായി 10% പലിശ കണക്കൂട്ടി നോക്കിയാൽ വേറെ ഒരു 7.5 കോടി രൂപയും കൂടെ. 7 വർഷക്കാലം പാലാ നഗരത്തിലുണ്ടായ ബ്ലോക്കുകൾ ഒരു നല്ലൊരു ശതമാനം പരിഹരിക്കാൻ പറ്റുമായിരുന്നു. അതിൻ്റെ നഷ്ടം, കത്തിപ്പോയ ലക്ഷക്കണക്കിന് ബ്ലോക്കിനകത്ത് കത്തിപ്പോയ ലക്ഷക്കണക്കിന് ലിറ്റർ ഇന്ധനത്തിൻ്റെ നഷ്ടവും പരിതസ്ഥിതി മലിനീകരണവും. ഇതിനെല്ലാം ആരുത്തരം പറയണം? രാഷ്ട്രീയക്കാർ ഉത്തരം പറയണം, കോൺട്രാക്ടർ ഉത്തരം പറയണം, ഇതിൻ്റെ പുറകിൽ പണിയെടുത്ത ഉദ്യോഗസ്ഥന്മാരും ഉത്തരം പറയണം.
അപ്പോൾ ഈ വീഡിയോ കാണുന്ന ലോകം മുഴുവനുള്ള മലയാളികൾ, ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ ഇതുപോലത്തെ 30-ലധികം പാലങ്ങൾ കേരളത്തിൽ നിൽപ്പുണ്ടെന്നാണ് ഇങ്ങനെ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും ഞങ്ങൾക്ക് എഴുതിത്തരാമെങ്കിൽ, ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാമെങ്കിൽ ഞങ്ങൾ ഒന്നുകിൽ വിവരാവകാശം വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ സംബന്ധിക്കുന്ന വിവരാവകാശങ്ങൾ വെക്കാം. ഈ 30 എണ്ണത്തിൻ്റെ ഡീറ്റെയിൽസ് വെളി വരാമെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ കുറേ കുഞ്ഞച്ചന്മാർക്ക് വീട്ടിൽ പോകാനും പെൻഷൻ മേടിക്കാതിരിക്കാനും ജയിലിൽ കിടക്കാനുമുള്ള വകുപ്പുണ്ടാവും. വിടുകരുത്. ഇതിൻ്റെ കിട്ടാനുള്ള, ഈ കളരിയാമാക്കൽ പാലത്തിൻ്റെ കിട്ടാനുള്ള വിവരാവകാശ രേഖകളെല്ലാം കയ്യിലെത്തിക്കൊണ്ടാണ് ഇത്രയും കൃത്യമായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് വിടുന്നത്. ഇനി ഇതുപോലെ പാലായിൽ ഒരെണ്ണമുണ്ട്, ഒരു ലണ്ടൻ ബ്രിഡ്ജ് എന്നും പറഞ്ഞ് പാലായിലെ പഴയ ബസ് സ്റ്റാൻഡിൽ കൂടെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് നോക്കിയാൽ അറിയാം കോടികൾ മുടക്കി ഒരു ഇരുമ്പ് പാലം തുരുമ്പിച്ച് കിടക്കുന്നത്. അതിൻ്റെ അങ്ങേയറ്റത്ത് ഒരു കണ്ണാടി കൂടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാത്തിനാണ് ഉണ്ടാക്കി വെച്ചെന്നും ഇതെന്തിനാന്നും ഒക്കെ അതും പുറകെ അന്വേഷിക്കാം. നിലവിൽ ഈ വിഷയം ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ പുറകിൽ പണിയെടുത്തവന്മാരോട് എല്ലാവരോടും പറയട്ടെ, കരുതിയിരുന്നോ, പണി വരുന്നുണ്ടോ. നിങ്ങൾ വിചാരിക്കും ഞാൻ മാത്രമുള്ളെന്ന്. ഞാൻ മാത്രമൊന്നുമല്ല, ഞാനിതിൻ്റെ ഒരു മോഹം മാത്രമാണ്. ബാക്കി പണി അറിയാവുന്ന ആമ്പിള്ളേർ പുറകിലുണ്ട്. മേടിച്ച പെൻഷനും മേടിച്ച ശമ്പളവും കാണിച്ച കൊള്ളരുതായികയും എല്ലാം വെളിയിൽ കൊണ്ടുവരുമെന്നും നിന്നെയൊക്കെ മര്യാദയ്ക്ക് ഇത് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് അവർ പറഞ്ഞ ഭാഷ അതുപോലെ പറഞ്ഞുകൊണ്ടും ഇങ്ങനെ കിടന്നാൽ മതിയോ നമ്മുടെ നാടിൻ്റെ സമ്പത്തും സാഹചര്യവും എന്ന് പൊതുജനത്തോട് ചോദിച്ചുകൊണ്ടും നിർത്തട്ടെ. നന്ദി, നമസ്കാരം.